ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ലൈഫ് ബൈ നയനയുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളവിടെ അസോസിയേഷൻ്റെ ആനുവൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിന് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോൾ ഞങ്ങളുടെ ആ ഒരു അസോസിയേഷനിലുള്ള ഓരോ വീട്ടിലും ഓരോ അംഗങ്ങളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയുള്ള കുഞ്ഞു കുട്ടി മുതൽ വലിയ ചേട്ടന്മാർ, ചേച്ചിമാർ, അമ്മൂമ്മമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ചേട്ടത്തിയമ്മ കേട്ടോ. ചേട്ടത്തിയമ്മയാണ് അതിൻ്റെ സെക്രട്ടറി. അപ്പോൾ അവിടെയുള്ള എല്ലാ വീടുകളിലെ ചേച്ചിമാരും കുട്ടികളും ഒക്കെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വന്ന് അവരുടെ ഓരോ കലാപരിപാടികളും അതുപോലെ തന്നെ ഗെയിംസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഈ നടക്കുന്നത്. അപ്പോൾ ഓരോ പരിപാടിയുടെ ഇടയിലും ഇങ്ങനെ ഇടയ്ക്കൊരു പാട്ട് അല്ലെങ്കിൽ ഡാൻസ് അങ്ങനെയൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഓരോ പരിപാടികളും നടക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ബോക്സ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ബോൾ കറക്റ്റാക്കി ഇടണം. അപ്പോൾ എല്ലാവർക്കും സമ്മാനം ഉണ്ട് കേട്ടോ. അതിനനുസരിച്ച് ഓരോ ഗെയിംസ് കഴിയുമ്പോഴും അതിനനുസരിച്ച് സമ്മാനം കൊടുക്കും കേട്ടോ. പക്ഷേ ഇതൊക്കെ കുട്ടികൾക്കും ആയാലും വലിയവർക്കായാലും ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആണല്ലോ ഈ ഒരു ഇതേപോലെ ഒരു പരിപാടികളൊക്കെ നടത്തുമ്പോൾ. നമ്മളുടെ അവിടെ എല്ലാവരും കൂടി ഒത്തുചേരുന്നതിനുള്ളൊരു ഒരു സ്ഥലം കൂടിയാണ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനും ഇതൊക്കെ. അപ്പോൾ ഇതിപ്പോൾ എല്ലാ കുട്ടികൾ തൊട്ട് വലിയ മുതിർന്നവർ വരെ ഈ ഗെയിംസിൽ പങ്കെടുക്കണം എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ വഴിയുടെ അവിടെ റോഡ് സൈഡിലാണ് നടത്തുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റക്കാലിൽ ബലൂൺ വെച്ചിട്ട് പൊട്ടിക്കണം, അങ്ങനെയാണ് മറ്റുള്ളവരെ പൊട്ടിക്കുക, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിനാണ് നമുക്ക് സമ്മാനം. ആരാണ് കൂടുതൽ പൊട്ടിക്കണം അവർക്കാണ് സമ്മാനം കേട്ടോ. അപ്പോൾ ഇത് വലിയ വലിയ ചേട്ടന്മാരൊക്കെയാണ് കേട്ടോ ഇത് അങ്ങനെ കളിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ ചേട്ടനും അപ്പുറത്ത് നിൽക്കുന്ന ഹരിയേട്ടനുമാണ് കേട്ടോ. ഞങ്ങളുടെ നൈബർ ചേട്ടന്മാരാണ് കേട്ടോ ഇതൊക്കെ. പക്ഷെ അത് എന്താ പറയുക, നമ്മളിപ്പോൾ കുഞ്ഞു കുട്ടികളെ ചെയ്യുന്നത് വലിയവർ കാണുമ്പോൾ ചെയ്യുമ്പോൾ നമുക്കൊരു ചിരി വരില്ലേ, അതാണ് ഇതിലുള്ളത് കേട്ടോ. നമുക്ക് എന്താ പറയുക, അത്രയും സന്തോഷമാണ്. അതുപോലെ തന്നെ പെണ്ണുങ്ങളുടെ ഉണ്ടായിരുന്നു. ആണുങ്ങൾക്കുള്ള പോലെ തന്നെ പെണ്ണുങ്ങൾക്കും ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ വിൻ ചെയ്യണവർക്കും സമ്മാനമുണ്ട്. നല്ല രസമായിരുന്നു. അപ്പോൾ പ്രായഭേദമന്യേ അങ്ങനെയല്ല, മതസൗഹാർദ്ദം ആയിട്ടുമല്ല, നമ്മളിപ്പോൾ എല്ലാവരും ഒത്തുചേരുക, ഒരു കുറച്ച് നേരം കുറച്ച് സന്തോഷം, കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് അസോസിയേഷനുള്ളത്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 3 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ അവിടെ വന്നിട്ട് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. എനിക്കറിയില്ലായിരുന്നു. ഞാനിങ്ങനെ കുറേ പരിപാടികളും ഇതൊക്കെ ഞാനും പങ്കെടുത്തായിരുന്നു കേട്ടോ. പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കുട്ടികളുടേതായിട്ടും കുറേയേറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളുടെ അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് അപ്പുറത്തെ വീട്ടിൽ പോയി കളിക്കുക, അവിടെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ നേരമില്ല അല്ലേ. എന്താ പറയുക, അവരവരുടെ വീട്ടിൽ നിന്ന് ഫോണിൽ ഗെയിം കളിക്കുക, അതൊക്കെയാണ്. ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോഴാണ് നമുക്കത് കൂടുതലും നമ്മൾ എൻജോയ് ചെയ്യുന്നത്. കുട്ടികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ വളർന്ന് കളിക്കണം എന്നാണോ പറയുക. പക്ഷേ ഇപ്പോൾ ആർക്കും അങ്ങനെ നേരമില്ല, സ്കൂളിൽ പോകണം, അങ്ങനെയൊക്കെയാണ്. വെക്കേഷന് പോലും ആർക്കും പോവാനോ വരാനോ ഒന്നിനും ഒരു നേരമില്ലാത്ത പോലത്തെ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ ആനുവൽ ഡേ കഴിഞ്ഞ് അപ്പോൾ ലാസ്റ്റ് ജസ്റ്റ് നമ്മളൊന്ന് പടക്കം പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണല്ലോ, കുട്ടികൾക്കായാലും വലിയവർക്കായാലും നല്ല ഹാപ്പിനെസ് ആണല്ലോ. അപ്പോൾ എല്ലാവരും വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും. ആ ഒരു എൻജോയ്മെൻ്റ് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. എല്ലാവരും കയ്യിൽ പൂത്തിരി കത്തിക്കലും അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കലും ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ അസോസിയേഷൻ്റെ ആനുവൽ ഡേ. നിങ്ങളുടെ അവിടെ ഇതുപോലെ അസോസിയേഷൻ ആനുവൽ ഡേയ്സൊക്കെ ഉണ്ടാകും. അപ്പോൾ
നിങ്ങളും അതുപോലെ എല്ലാവരും പങ്കെടുക്കണം. അതുപോലെ തന്നെ എല്ലാ പരിപാടികളിലും ഓരോ കാര്യങ്ങളും അത് നമ്മുടെ നാട്ടിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ നമ്മളുടെ അസോസിയേഷൻ്റെ ആനുവൽ ഡേ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് അപ്പുറത്ത് ഫുഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് ഇപ്പോൾ വെജിറ്റബിൾസ് കഴിക്കണവർ വെജിറ്റബിൾസും അതുപോലെ നോൺ കഴിക്കണവർ നോണും ഉണ്ടായിരുന്നു. അത് അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചിയുടെ വീട്ടിൽ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അതാണ് ഈ ഒരു അസോസിയേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് കഥകളും കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിച്ച് പണികൾ ചെയ്യുമ്പോൾ നമുക്കത് നമ്മൾ വാങ്ങിയിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ട് കറികൾ കഴിക്കുന്നതും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ആ സ്നേഹത്തോടെ ഒത്തൊരുമയോടുകൂടി ചെയ്യുന്നതിനും ഒരു പ്രത്യേകതയുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിപ്രാവശ്യവും നമ്മൾ എല്ലാവരും ഒരുമിച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി അരിഞ്ഞ് ഒരു ചേച്ചിയുടെ വീട്ടിൽ പോയി എല്ലാവരും കൂടി ഉച്ചയ്ക്ക് അവിടെ ഊണൊക്കെ കഴിച്ച് സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ സന്തോഷത്തോട് അങ്ങനെയുള്ള ഒരു അസോസിയേഷനാണ്. ഇതോടുകൂടി അസോസിയേഷൻ്റെ പരിപാടി അവസാനിക്കുക.